നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ ഓണക്കാലം എങ്ങനെയൊക്കെ കഴിച്ചുകൂട്ടുമെന്ന ആലോചനയിലായിരുന്നു ഇതുവരെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, ഓണാഘോഷങ്ങളുടെ ചിലവ്, ഓണം അനുബന്ധ ചിലവുകൾ. അതിനിടയിലാണ് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം. ഓരോ ദുരന്തവും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനെ അപ്പോൾ രക്ഷപ്പെടുത്തുന്ന കാഴ്ച. ഏറ്റവും ഒടുവിലിത റീബിൽഡ് വയനാടിനുള്ള സാലറി ചലഞ്ച് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. ചുരുങ്ങിയത് 5 ദിവസത്തെ ശമ്പളം നൽകണമെന്നതാണ് വ്യവസ്ഥ. 5 ദിവസത്തെ ശമ്പളം സർക്കാരിന് കൈമാറും എന്നത് സംബന്ധിച്ച സമ്മതപത്രം കൈമാറണമെന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കിട്ടുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റും. പരമാവധി 3 ഗഡുക്കളായി ഈ തുക നൽകണമെന്നാണ് സർക്കാർ പറയുന്നത്. ജീവനക്കാരിൽ നിന്ന് അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കി തുടങ്ങുമെന്നും സർക്കാർ വ്യക്തമാക്കി. PF തുകയിൽ നിന്നും ജീവനക്കാർക്ക് സംഭാവനയായി സർക്കാരിന് നൽകാം എന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. സാലറി ചലഞ്ച് സംബന്ധിച്ച് സർവീസ് സംഘടനകളുടെ യോഗം വിളിച്ച് മുഖ്യമന്ത്രി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. കുറഞ്ഞത് 1000 കോടി രൂപയെങ്കിലും വയനാട്ടിലെ പുനരധിവാസത്തിനായി വേണ്ടിവരുമെന്നാണ് മുഖ്യമന്ത്രി സംഘടനാ പ്രതിനിധികളെ അറിയിച്ചത്. 10 ദിവസത്തെ ശമ്പളം നൽകണമെന്നാണ് മുഖ്യമന്ത്രി നിഷ്കർഷിച്ചത്. എന്നാൽ സംഘടനാ പ്രതിനിധികൾ 5 ദിവസത്തെ ശമ്പളം നൽകാം എന്ന ധാരണയിലെത്തി. ശമ്പള വിഹിതം നിർബന്ധമാക്കി ഉത്തരവിടരുത് എന്ന് സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടു. താൽപ്പര്യമുള്ളവരിൽ നിന്ന് തുക ഈടാക്കാമെന്നും ഗഡുക്കളായി നൽകാൻ അവസരം ഒരുക്കണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പ്രകാരമാണ് സർക്കാർ ഉത്തരവ്. എന്നാൽ സാലറി ചലഞ്ചിലൂടെ നിർബന്ധപൂർവം ശമ്പളം പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ ശക്തമായി നേരിടുമെന്നാണ് UDF അനുകൂല ജീവനക്കാരുടെ സംഘടനകളുടെ പൊതുവേദിയായ സെറ്റോ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജീവനക്കാർക്കും അധ്യാപകർക്കും കഴിവിനൊത്ത് ശമ്പളം സംഭാവനയായി നൽകാനുള്ള അവസരമൊരുക്കണമെന്ന് സെറ്റോ സംസ്ഥാന സമിതി പറഞ്ഞു. 5 ദിവസത്തിൽ കുറയാത്ത തുക എന്ന ഉത്തരവിലെ ഭാഗം നീക്കം ചെയ്യണം. ശമ്പളത്തിൽ നിന്ന് ജീവനക്കാരൻ്റെ സമ്മതപ്രകാരമുള്ള തുക സംഭാവനയായി സ്വീകരിക്കണം. ശമ്പളം ഒരു കാരണവശാലും തൊഴിൽദാതാവിന് നിർബന്ധപൂർവം പിടിച്ചെടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സെറ്റോ സംഘടനകൾ സജീവമായി പങ്കെടുക്കും. എല്ലാ സർക്കാർ ജീവനക്കാരും കുറഞ്ഞത് 5 ദിവസത്തെ ശമ്പളമെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്ന സർക്കാർ ഉത്തരവ്. ഇതിനെ പൊതുജനങ്ങൾ കയ്യടിയോടെ മാത്രമേ സ്വീകരിക്കൂ. കാരണം കേരളത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്കെന്നല്ല എന്തെങ്കിലുമൊക്കെ സംഭാവന നൽകാൻ കഴിയുന്നവർ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും മറ്റൊരു വിഭാഗം ബിസിനസ്സുകാരുമാണ്. വ്യവസായികളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നുമാണ് അധികമായി ദുരിതാശ്വാസ നിധി പോലുള്ള സഞ്ചിത നിധിയിലേക്ക് തുക സ്വീകരിക്കാൻ എളുപ്പം. പാവപ്പെട്ട കർഷകരും സാധാരണക്കാരുമൊക്കെ ഒട്ടനവധി ദുരിതങ്ങൾ അനുഭവിക്കുന്ന കാലഘട്ടമാണ്, പ്രത്യേകിച്ച് മഴക്കാലം. സാലറി ചലഞ്ച് മാത്രമല്ല, വേറെയുമുണ്ട് ഇനി സർക്കാർ ജീവനക്കാർക്കിട്ടുള്ള ചെറിയ പണികൾ. വയനാട് ദുരന്തം വലിയ ആഘാതമുണ്ടാക്കിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഓണം ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായാണ് വയനാട് ദുരന്തമുണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. കേരളത്തിലെ കാർഷിക രംഗത്തും കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. കാർഷിക മേഖലയിലെ ചില ഇടപെടലുകൾ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നു. 174.18 കോടി രൂപയാണ് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ലഭിച്ചിരിക്കുന്നത്. സർക്കാർ പ്രതീക്ഷിക്കുന്നത് 1000 കോടി രൂപ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കൺമുന്നിൽ ഒരു തീരാ നോവായി തുടരുമ്പോഴും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഖജനാവിലെ പണം ദൂർത്തടിച്ച സർക്കാരിനെ ഇക്കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ K. സുധാകരൻ എടുത്തുടുത്തിരുന്നു. പിണറായി സർക്കാരിൻ്റേത് മനസ്സാക്ഷിയില്ലാത്തതും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നവരെ പരിഹസിക്കുന്നതുമായ നടപടിയാണെന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഇതിനിടയിൽ തലപൊക്കി. അഖിൽ മാരാർ അടക്കമുള്ളവർ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. അവർക്കെതിരെ പോലീസ് കേസ് ഉൾപ്പെടെയുള്ളവ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു സർക്കാർ തിരികെ ചെയ്തത്. കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി, ഇതായിരുന്നു അഖിൽ മാരാരുടെ സംഭാഷണം. എന്തു ദുരന്തം വന്നാലും കേരളത്തിലെ ഒരു ജനതയെയും ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയനെങ്കിൽ ഇതുപോലെ വന്ന് തെണ്ടേണ്ടി വരില്ലായിരുന്നു. കേരള സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ട് വിനിയോഗവും മുഖ്യമന്ത്രിയുടെ ഭരണവും വിശ്വാസ്യതയും എത്രത്തോളമെന്ന് ജനങ്ങൾക്കറിയാം, എനിക്കുമറിയാം.
എൻ്റെ സേവനവും പൈസയും എങ്ങനെ വിനിയോഗിക്കണമെന്ന് എനിക്കറിയാമെന്നാണ് അന്ന് അഖിൽ മാരാർ വിളിച്ചു കൂവിയത്. അതിനുവേണ്ടി അന്തം കമ്മികളുടെ അനുമതിയൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് അഖിൽ മാരാർ തുറന്നടിച്ചിരുന്നു. പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷം കേരളത്തിൽ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. 2016 ഏപ്രിൽ 10 കൊല്ലം പരവൂർ പുറ്റിങ്ങലിൽ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവർ അന്ന് 110. 2017 നവംബർ കേരള തീരത്ത് ആഞ്ഞടിച്ച ഓക്കി ചുഴലിക്കാറ്റ് നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനും കോടികളുടെ നാശനഷ്ടത്തിനും ഇതിടയാക്കി. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 52 പേർ മരിച്ചു, 100-ലധികം പേരെ കാണാതായി. 317 മത്സ്യത്തൊഴിലാളികളെ കാണാതായി എന്ന് ലത്തീൻ സഭയുടെ കണക്ക്. തൊട്ടടുത്ത വർഷം 2018 കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ പ്രളയം. കേരളത്തിലെ 14 ജില്ലകളിലും നാശം വിതച്ച മഴ. വെള്ളപ്പൊക്കത്തിൽ അന്ന് 483 പേരാണ് മരിച്ചത്. 2019 ഓഗസ്റ്റ് 8 മലമ്പൂർ, നിലമ്പൂർ, കവളപ്പാറ, മുത്തപ്പൻകുന്ന് ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ അന്ന് 59 പേർ മരിച്ചു. 2020 ഓഗസ്റ്റ് 6 മൂന്നാർ രാജമല പെട്ടിമുടിയിലെ ഉരുൾപൊട്ടലിൽ അന്ന് ജീവൻ നഷ്ടമായത് 70ഓളം ആളുകൾക്ക്. ഇതിനിടയിൽ നിപ്പ പോലുള്ള വൈറസ് ആക്രമണങ്ങൾ. 2020-21 കാലഘട്ടത്തിൽ കേരളമല്ല ലോകമാകെ തരിച്ചു നിന്ന കോവിഡ് മഹാമാരി. ഈ സമയത്തൊക്കെ ജനങ്ങൾ സർക്കാരിനെ ചേർത്ത് പിടിച്ചു. പിണറായി വിജയനെതിരെയും ഭരണത്തിനെതിരെയും ഉയർന്നു പൊങ്ങിയ ആരോപണങ്ങൾ ഈ ദുരന്ത കാലഘട്ടങ്ങളിൽ അസ്തമിച്ചു പോയിരുന്നു. പ്രളയ കാലഘട്ടത്തിൽ ക്യാപ്റ്റനായി കേരളത്തിൻ്റെ മുന്നിൽ നിന്ന മുഖ്യമന്ത്രിയെ അന്ന് ചില ചാനലുകളും മാധ്യമപ്രവർത്തകരുമൊക്കെ വാഴ്ത്തിപ്പാടി. ഒടുവിൽ 2021 തുടർ ഭരണത്തിലൂടെ മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിലെത്തി. അതിന് സഹായിച്ചത് കോവിഡ് കാലത്തെ കിറ്റും മറ്റ് സഹായ പദ്ധതികളുമൊക്കെയാണ് എന്ന് മാധ്യമങ്ങൾ പിന്നീട് എഴുതി. പിണറായി വിജയൻ സർക്കാരിനെതിരെ ഏറ്റവും അധികം അഴിമതി കഥകൾ ആഞ്ഞടിച്ച കാലഘട്ടമായിരുന്നു ഈ കടന്നുപോയത്. അതിനിടയിലാണ് വയനാട്ടിലെ ഈ വലിയ ദുരന്തം. കണ്ണീരിൽ ആഴ്ന്നുപോയ കേരളം മറ്റെല്ലാം മറന്നു. ഒരുമയുള്ള കേരളം, ഒരുമയുള്ള മലയാളികൾ വയനാടിന് ഒരു കൈത്താങ്ങായി നിന്നു. അപ്പോൾ ഭരണത്തിനെതിരെയുള്ള വികാരങ്ങളൊക്കെ എവിടെയോ പോയി ഒളിച്ചു. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളവും ഓണാഘോഷവുമൊക്കെ സർക്കാരിന് തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി കൂടിയാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.